റവ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ. 250 ml കപ്പിന് 3/4 കപ്പ് അളവിൽ റവ എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഒരു വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിലാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മതിയാകും. ഇനി ഇത് നമുക്ക് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളമൊക്കെ ഇത്രയും മതിയാകും. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇത് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും മതിയാകും. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. മുഴുവനായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.